പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഡിസംബർ മാസം 1-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും നമ്മുടെ കർത്താവിന് സ്തോത്രം പറയുവാനും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പുതിയ മാസത്തിൻ്റെ ആരംഭ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന ഈ അവസരം തക്കത്തിൽ ഉപയോഗിക്കാം. സന്തോഷത്തോടെ സ്തോത്രം പറ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ 11 മാസക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം 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 അപ്പാ സ്തോത്രം. ആമേൻ. ഈ 12-ാമത്തെ മാസം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് അവസരം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം 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 അപ്പാ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പാ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പാ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്നതിനായിട്ട് കർത്താവിൻ്റെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പയ്ക്ക് ആരാധന, അപ്പയ്ക്ക് സ്തുതി, അപ്പയ്ക്ക് മഹത്വം, അപ്പയ്ക്ക് പുകഴ്ച. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ. ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. അങ്ങെത്ര നല്ലവൻ, അങ്ങെത്ര വല്ലഭൻ. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ അപ്പയ്ക്ക് സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. കഴിഞ്ഞ 11 മാസക്കാലം ഞങ്ങളെ നടത്തിയ കൃപയ്ക്ക് സ്തോത്രം. 12-ാം മാസത്തിൻ്റെ ആരംഭ ദിവസത്തിനായിട്ട് സ്തോത്രം. ഈ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, ഈ മാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഇരുന്ന് ഹല്ലേലൂയ. താങ്ക് യു. അങ്ങ് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്തു. ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രവെക്കുന്നു. നസ്രനായ യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും ഇന്നത്തെ പകൽക്കാലം അങ്ങ് കൂടെയിരിക്കണം. കഴിഞ്ഞ 11 മാസക്കാലം നടക്കാതെ പോയ ചില അത്ഭുതങ്ങൾ ഈ 12-ാം മാസം നടക്കുന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 11 മാസക്കാലം പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുടെ മറുപടികൾ ഈ 12-ാം മാസം ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുകയും അത്ഭുതകരമായി നടത്തുകയും ചെയ്യുന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ നിരാശകളും ദുഃഖങ്ങളും ഭയങ്ങളും തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉള്ളവരായി തീരട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ പൈൽസിൻ്റെ ബുദ്ധിമുട്ടുകളും ആമേൻ നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പരിപൂർണമായ സ്വസ്ഥതയുണ്ടാകട്ടെ. തലകറക്കം ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. കിടക്കുമ്പോൾ തലകറങ്ങുന്നത്, എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കം, ആമേൻ, നടക്കുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന അഭിഷക്തദാസന്മാരെയും പ്രത്യേകിച്ച് എല്ലാ സഭായോഗങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ഉണർവ് ഇന്ന് പകൽക്കാലം ലോകമെമ്പാടും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ പ്രവൃത്തി കാണാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അപ്പയ്ക്ക് തരുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പുതിയ മാസം ആരംഭിക്കുമ്പോൾ ഇന്ന് രാത്രി നമുക്ക് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. താങ്ക്സ് ഗീവിങ്ങിൻ്റെ സീസണാണ് ഈ മാസം എന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞ് കർത്താവിന് നന്ദി പറഞ്ഞ് ഈ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 11 മാസക്കാലം നമ്മളെ നടത്തിയ ദൈവത്തിന് ആമേൻ. കർത്താവിന് അല്പസമയം കൂടിയിരുന്ന് ദൈവവചനം പ്രസംഗമൊന്നും കേൾക്കുന്നതിനേക്കാൾ ഉപരിയായി
കർത്താവിനോടൊന്ന് സംസാരിക്കുവാൻ, നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയുവാൻ അത് കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. കടന്നു വരുവാൻ കഴിയുന്നവർ നേരിൽ വന്ന് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം. ബാക്കിയുള്ളവർ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് ആരംഭത്തിൽ നമുക്ക് കർത്താവ് തുടക്കുമ്പം ഇന്ന് ഈ മാസം തുടങ്ങുക നമ്മളിത് കർത്താവിനോട് കൂടെ ഇരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിന് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ട് കയറുമ്പോൾ അത് വീണ്ടും നമുക്ക് ഈ മാസവും അനുഗ്രഹമായി തീരും. അതിനുവേണ്ടി കർത്താവ് എല്ലാവരും ഒരുക്കട്ടെ പ്രത്യേകമായിട്ട്. സ്തോത്രം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് സങ്കീർത്തനം 118 അതിൻ്റെ ആരംഭവാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, യഹോവ നല്ലവനല്ലോ, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. നമുക്ക് പറയാൻ പറ്റത്തില്ലേ, ഈ പുതിയ മാസം തുടങ്ങുമ്പോൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, യഹോവ നല്ലവനല്ലോ, യഹോവയുടെ ദയ എന്നേക്കുമുള്ളത്. കഴിഞ്ഞ 11 മാസക്കാലം നമ്മളെ നടത്തിയത് ഓർത്ത് നോക്കുമ്പോൾ, നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, നവംബർ, ഒക്ടോബർ, അങ്ങനെ പുറകോട്ട് പോകുമ്പോൾ ജാനുവരി വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയത്തില്ലേ, എൻ്റെ കർത്താവ് നല്ലവനാ, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, അതായത് 116 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യത്തിൽ പറയുന്നു: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്തു പകരം കൊടുക്കും. അപ്പോൾ അവൻ എന്നിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരം നൽകാൻ എനിക്ക് ദൈവത്തിൻ്റെ എന്ത് നൽകാൻ കഴിയും? എൻ്റെ കർത്താവ് ഈ കഴിഞ്ഞ 11 മാസക്കാലം എന്നെ നടത്തിയത് ഓർക്കുമ്പോൾ, ഈ 2024 എന്നെ നടത്തിയത് ഓർക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഓരോ നന്മകൾക്കും എന്തു പകരം നൽകാൻ കഴിയും? വേറെ ഒന്നുമില്ല. അവിടെ പറയുന്നു, ഞാൻ അവൻ്റെ രക്ഷയുടെ പാനപാത്രം ഉയർത്തുകയും അവൻ എനിക്കായി ചെയ്ത എല്ലാത്തിനും അവൻ അമിതമായി സ്തുതിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് ചെയ്ത വാഗ്ദത്തം മറ്റുള്ളവരുടെ മുമ്പിൽ നിവർത്തിക്കും. ഈ വർഷത്തിൻ്റെ ആരംഭത്തിലൊക്കെ നമ്മൾ പല കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതൊക്കെ നിവർത്തിക്കുന്ന കർത്താവിനെ അമിതമായി സ്തുതിക്കുന്ന ഒരു മാസമായി മാറണം. എത്ര സ്തുതിച്ചാലും മതി വരാത്തവണ്ണം. കർത്താവെ അങ്ങനെ നടത്തിയത് ഓർക്കുമ്പോൾ, ഓരോ നാളും കൈപിടിച്ച് നടത്തിയത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നമുക്ക് നമ്മളോട് തന്നെ പറയാം: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മളോട് തന്നെ നെഞ്ചത്തോട്ട് കൈ ഒഴിച്ചിട്ട് പറഞ്ഞ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒന്നുകൂടെ പറ: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവ് ചെയ്തതൊന്നും മറക്കരുത്. അതുകൊണ്ട് ഈ മാസം മൊത്തം അങ്ങ് സ്തോത്രം പറയണം, ദൈവത്തിന് നന്ദി പറയുവാൻ. നന്ദി പ്രകടനത്തിൻ്റെ ഒരു മാസമായിരിക്കണം. നന്ദി അങ്ങ് പ്രകടിപ്പിക്കണം. നിങ്ങളുടെ ഹൃദയത്തിലുള്ള സന്തോഷം കർത്താവ് എന്നെ നടത്തിയത് ഓർക്കുമ്പോൾ, കർത്താവ് നടത്തി കർത്താവ് ചെയ്ത നന്മകൾക്ക് നന്ദി പറയണം, സാക്ഷ്യങ്ങൾ പറയണം, മറ്റുള്ളവരോട് പോയി പറയണം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. മറ്റുള്ളവരെ വിസിറ്റ് ചെയ്തിട്ട് അവരോട് പറയണം, കർത്താവ് ഈ 11 മാസക്കാലം എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നു. ഈ 12 മാസം ആരംഭത്തിൽ കർത്താവെ അങ്ങനെയൊക്കെ ചെയ്ത നന്മകൾക്ക് ഞാൻ എന്ത് പറയണം? മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, ഹല്ലേലൂയ, വിശ്വസ്തനായിരുന്നു എന്ന് പറയുവാൻ മറന്നു പോകരുത്. കർത്താവ് ചെയ്തത് ഓരോന്നായിട്ട് പറ്റുമെങ്കിൽ ഇടയ്ക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചിട്ട് അത് പറഞ്ഞ് ഈ ഒരു മാസം ദൈവത്തിന് സ്തോത്രം പറയണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുമാത്രം പോരാ, നിങ്ങളുടെ ശരീരത്തെ ഓർത്ത് കർത്താവ് ആരോഗ്യം തന്നില്ലേ, നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ പെർഫെക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്തില്ലേ, അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. കർത്താവ് തന്ന കുടുംബജീവിതത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. ദാനമായി തന്ന ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്തിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യണം. അതുപോലെ കർത്താവ് ഈ 11 മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിച്ച വ്യക്തികളുണ്ട്, നിങ്ങളെ സഹായിച്ച വ്യക്തികളുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിൽ ഓടി വന്നവരുണ്ട്. പല വിധത്തിൽ നിങ്ങളെ പ്രാർത്ഥനയിലൂടെയോ അല്ലാതെയോ ഒക്കെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറയണം. സാധിക്കുമെങ്കിൽ അവരെയൊക്കെ പോയി കണ്ടൊരു താങ്ക് യു പറയണം. ഇതൊക്കെ ഈ മാസത്തിൻ്റെ പ്രത്യേകതയായി മാറട്ടെ. ഈ മാസം അങ്ങ് മാറ്റിവെച്ചേര് കർത്താവിന് വേണ്ടി കേട്ടോ. ഈ മാസം നിങ്ങൾ കർത്താവിന് വേണ്ടി അങ്ങ് മാറ്റിവെക്കണം. എന്തിനു വേണ്ടിയാ? നന്ദി പറയാനായിട്ട്, കർത്താവിന് നന്ദി പറയാനായിട്ട് ഈ മാസം മാറ്റിവെക്കണം. കർത്താവിന് മാത്രമല്ല, മനുഷ്യരോടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. നമ്മളെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തവരുണ്ടാകും, പല രീതിയിൽ നമ്മളെ സഹായിച്ചവരുണ്ടാകും. അവരോടൊക്കെ പോയി നന്ദി പറയാൻ ഈ ഒരു മാസം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇതൊരു താങ്ക്സ് ഗിവിങ് മന്ത്, സീസൺ ഓഫ് താങ്ക്സ് ഗിവിങ് ആയി മാറട്ടെ കേട്ടോ. എല്ലാവരോടും നന്ദി പറയുക. നിങ്ങളുടെ ബോസിനോട് പോയി നന്ദി പറയണം. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറയണം. താങ്ക് യു എന്ന പദത്തിന് ഭയങ്കര അർത്ഥമാണ്. അതുകൊണ്ട് ദൈവം നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. വൈകിട്ട് മറക്കല്ലേ, കൃത്യസമയത്ത് വരണം. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഈ പുതിയ മാസം സകല നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഒരു ഹൃദയം നന്ദി കൊണ്ട് നിറയട്ടെ. അതിന് കർത്താവ് സഹായിക്കട്ടെ കേട്ടോ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, നമ്മൾ ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, we are permanently blessed and highly favored. God bless you. God bless you. God bless you.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ